ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കുന്നത് നിർത്തലാക്കണം, ഇന്ത്യക്കാർ അനധികൃതമായി UK നിൽക്കുന്നു, UK റിസോഴ്സസ് ഒക്കെ നമ്മൾ മിസ്യൂസ് ചെയ്യുന്നു, നമ്മൾ ഓവർ സ്റ്റേയിങ് ആണ്, അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് ഇവിടെ നിന്നിട്ട് ഒരു കൺട്രിയെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ കുറേ പ്രസ്താവനകൾ ഇന്ത്യക്കാരെ അപഗ്രഥിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന ഒരു വ്യക്തി UK നടത്തിയത്. അദ്ദേഹം പറയുന്നത് പുതിയ ബില്ലിൽ ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കുന്നത് നിർത്തലാക്കണമെന്നാണ്. നടക്കുന്ന കുറച്ച് UK ഗവൺമെൻറ് അപ്ഡേറ്റ്സും പിന്നെ കുറച്ച് നല്ല കാര്യങ്ങളും UK ഗവൺമെൻറ് നമുക്ക് വേണ്ടി തരാൻ പോകുന്ന കുറച്ച് നല്ല കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, എൻ്റെ പേര് സ്മിത. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ എന്നാക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. അപ്പം ഇന്ത്യക്കാർക്ക് വിസ നിർത്തലാക്കണം. അതുപോലെ തന്നെ ഈ രാജ്യങ്ങളോടൊക്കെ ശക്തമായി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 2.5 ലക്ഷത്തോളം വിസ ഇന്ത്യക്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. അതിൽ 1 ലക്ഷത്തോളം ആൾക്കാർ ഇപ്പം അനധികൃതമായി UK നിൽക്കുന്നു. അതായത് ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയിട്ട് നിന്നിട്ട് കൺട്രിയുടെ ബെനിഫിറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ഇവിടെ നിൽക്കുന്നു. അനധികൃതമായി UK നിൽക്കുന്നവരെ തിരികെ ഇന്ത്യക്കാർ വിളിക്കുന്നിടം വരെയും അവർക്ക് വിസ കൊടുക്കുന്നത് നിർത്തലാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ലേബർ പാർട്ടിയുടെ ആൾക്കാരല്ല, നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ, അതായത് ഋഷി സുനകിന്റെ പാർട്ടിയിലെ ലീഡർഷിപ്പ് കാൻഡിഡേറ്റ് ആണ്. ജെൻട്രിക് ആണെങ്കിൽ ഇന്ത്യയെ അപഗ്രഥിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദാനശീലത്തെ ചൂഷണം ചെയ്യുന്നത് സർക്കാർ തടയണം എന്നുള്ള രീതിയിലാണ്. ഇന്ത്യയും UK തമ്മിലുള്ള കുറേ പാർട്ണർഷിപ്പ് വിസ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അവർ നല്ല സജീവമായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ ഒരിക്കലും ഇവിടെ അനധികൃതമായി നിൽക്കുന്നവരെ തിരിച്ചു വിളിക്കാനായിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് കാണിക്കുന്നില്ല. അത് ഇന്ത്യയുടെ അനാസ്ഥയായിട്ടാണ് റോബർട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ന്യൂസ് കട്ടിങ്സ് ഒന്ന് കാണാം. അനധികൃതമായി UK കഴിയുന്നവരെ തിരികെ എടുത്തേക്കണമെന്ന് സമ്മതിക്കുന്നതും വരെ വിസകൾ നിഷേധിക്കണമെന്നാണ് റോബർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ കഴിഞ്ഞ വർഷം 2.5 ലക്ഷം വിസകളിൽ നിന്ന് പ്രയോജനം നേടി. എന്നാൽ ഏകദേശം 1 ലക്ഷം ഇന്ത്യൻ പൗരന്മാർ UK തന്നെ അനധികൃതമായി താമസിക്കുന്നതായിട്ട് കരുതുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഇതുപോലുള്ള രാജ്യങ്ങളോട് ശക്തമായി പ്രതികരിക്കേണ്ട സമയം ഇതാണ്. ഈ ഇന്ത്യ UK കുടിയേറ്റ പങ്കാളിത്തം സജീവമാക്കിയിട്ടും അനധികൃത കുടിയേറ്റക്കാരുടെ പുറത്താക്കലുകൾ പരിമിതമായിരിക്കുകയാണ്. ഇന്ത്യയുടെ അനാസ്ഥയും അനധികൃതമായി UK പ്രവേശിച്ച ഇവരുടെ പൗരന്മാരെ തിരികെ എടുക്കുന്നതിൽ വൈകുന്ന അവസ്ഥയും അദ്ദേഹം വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. മറ്റ് രാജ്യങ്ങൾ നമ്മുടെ ദാനശീലത്തെ ചൂഷണം ചെയ്യുന്നത് സർക്കാർ തടയണം എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഋഷി സുനകിനെ പ്രതിനിധീകരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടി നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കുള്ള വിസ നയങ്ങൾ ഒരു ചൂടൻ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാരുടെ വിസ അവകാശങ്ങൾ എല്ലാ വിഭാഗങ്ങളിലേക്കും ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അവർ പറയുന്നുണ്ട്. ഒരു ബില്ല് നേരത്തെ വന്നാലും നമ്മൾ 3 ദിവസം വർക്ക് ചെയ്താൽ മതി, 4 ദിവസം ലീവ് ഉണ്ട്, എംപ്ലോയിനെ നമ്മളെ ഫോഴ്സ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഇപ്പോൾ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് UK വർക്ക് ചെയ്യുമ്പം. ലൈക്ക് ആനുവൽ ലീവ് ഉണ്ട്, സിക്ക് പേ ഉണ്ട്, പേ ഉണ്ട്, പെറ്റേണിറ്റി പേ ഉണ്ട്, അങ്ങനെ കുറേ പേയും ലീവ്സും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ കുറച്ച് റിസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ കമ്പനീസിന് അവരുടേതായ കുറച്ച് സിക്ക് പോളിസീസും അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ് പോളിസീസൊക്കെ ഉണ്ട്. എല്ലാ കമ്പനീസിനും അവരുടേതായ പോളിസീസ് ഉണ്ട്. പക്ഷേ അതെല്ലാം UK ലോയുമായിട്ട് കോംപ്ലൈൻസ് ഉള്ളതായിരിക്കണം. ചെറിയ കമ്പനീസൊക്കെ ഇപ്പോൾ കെയർ ഹോംസ് ഒക്കെ പറയുകയാണെങ്കിൽ തന്നെ ചെറിയ കമ്പനീസൊക്കെ ആണെങ്കിൽ, സിംഗിൾ കെയർ ഹോംസ് ഒക്കെ ആണെങ്കിൽ അവരുടെ സിക്ക് ലീവും സിക്ക് പേയും ഒക്കെ ജസ്റ്റ് ഗവൺമെൻറ് പറയുന്ന എന്തായാലും ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ നമുക്ക് കിട്ടിയിരിക്കണം. ബട്ട് ചില കമ്പനീസ്, നല്ല കമ്പനീസ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 1 മന്ത് സാലറി വരെയൊക്കെ നമുക്ക് ആ ഒരു സിക്ക് പേയിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ ഇവിടുത്തെ സിക്ക് പേ, ഇപ്പോഴത്തെ കറക്റ്റ് സിക്ക് പേ എത്രയാണെന്ന് നമുക്ക് ജസ്റ്റ് ഗവൺമെൻറ് സൈറ്റിലൊന്ന് നോക്കാം. നമുക്ക് ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് SSP കിട്ടുന്നത് £116.75 ആണ്. ഇത് നമ്മുടെ എംപ്ലോയറാണ് തരുന്നത്. അപ് ടു 28 വീക്സ് വരെ നമുക്ക് തരണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ഈ പേ കിട്ടുന്നത് ആദ്യത്തെ 3 ദിവസം കിട്ടില്ല, അതിനുശേഷമാണ് കിട്ടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ. അതുപോലെ തന്നെ നമുക്ക് മെറ്റേണിറ്റി പേയും പെറ്റേണിറ്റി ലീവും പെറ്റേണിറ്റി പേയും നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയീസിന് 52 വീക്സ് വരെ മെറ്റേണിറ്റി ലീവ് കിട്ടും. ആദ്യത്തെ 26 വീക്ക് ഓർഡിനറി മെറ്റേണിറ്റി ലീവും അടുത്ത 26 വീക്ക് അഡീഷണൽ മെറ്റേണിറ്റി ലീവുമാണ്. പിന്നെ അതുപോലെ തന്നെ മെറ്റേണിറ്റി പേ കിട്ടുന്നത് ഫസ്റ്റ് 6 വീക്സിൽ നമ്മുടെ ആവറേജ് വീക്കിലി ഏണിങ്സിൻ്റെ 90%, റിമൈനിങ് 33 വീക്കിൽ നമ്മുടെ ആവറേജ് വീക്കിലി ഏണിങ്സിന് 90%, £184 ഏതാണോ കുറവ് അതാണ് എടുക്കുന്നത്. അതുപോലെ പെറ്റേണിറ്റി ലീവ് നോക്കുകയാണെങ്കിലും നമുക്ക് 1 or 2 വീക്സ് ലീവ്സ് കിട്ടും. അതും സെയിം തന്നെയാണ് പേ കിട്ടുന്നത്.
ആനുവൽ ലീവും കമ്പനി പോളിസീസ് വെച്ചാണ്. ഒട്ടുമിക്ക കമ്പനീസും നമുക്ക് 28 ഡേയ്സ് ആണ് ആനുവൽ ലീവ് തരുന്നത്. അല്ലെങ്കിൽ വലിയ കമ്പനീസിൽ കുറച്ചും കൂടെ ബാങ്ക് ഹോളിഡേയ്സും നമ്മുടെ ബർത്ത്ഡേക്കുള്ള ഓഫ്സും ഒക്കെ കിട്ടും. പിന്നെ കെയർ ഹോംസ് ആണെങ്കിൽ വലിയ കെയർ ഹോം കമ്പനീസ് ആണെങ്കിലും നമുക്കിങ്ങനെ തരാറുണ്ട്. പക്ഷെ നമുക്ക് സിക്ക് പേ വരുന്നത് ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം മുതലാണ് നമുക്ക് സിക്ക് പേ കിട്ടാറ്. പക്ഷേ പുതിയ ബെനിഫിറ്റിനകത്ത് പറയുന്നത് നമുക്ക് ആദ്യത്തെ ദിവസം നമ്മൾ എന്നാണോ സിക്കാവുന്നത് അന്ന് മുതൽ നമുക്ക് സിക്ക് പേ തരണമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെറ്റേണിറ്റി ലീവിലാണെങ്കിലും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ദിവസം ജോലിക്ക് കയറിയോ അന്ന് മുതൽ നമ്മൾ മെറ്റേണിറ്റി പേയ്ക്കും എലിജിബിൾ ആണ്. ഇനി പെറ്റേണിറ്റി പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന് അച്ഛന്മാർക്കുള്ളതാണ് ഇത്, കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട്. അപ്പം അവർക്ക് കൊടുക്കുന്ന ഒരു ലീവാണ്, അവർക്ക് കൊടുക്കുന്ന പേയുമാണ് പെറ്റേണിറ്റി ലീവും പെറ്റേണിറ്റി പേയും. ഇപ്പം ഇനി ആ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.